നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് അധ്യാപകനോട് വിദ്യാർത്ഥി കൊലവിളി നടത്തുകയും തുടർന്ന് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വെറും 16-17 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ശരിയല്ലെന്നാണ് വിമർശനം. എന്തിനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്നും തുടങ്ങിയ വിശദീകരണങ്ങളാണ് സ്കൂൾ അധികൃതരോട് ജോയിന്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊലവിളി നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ക്ഷമാപണവുമായി എത്തിയിരുന്നു. തൃത്താല പോലീസ് നൽകിയ മൊഴിയിലാണ് ഇത് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി അറിയിച്ചത്. കൂടാതെ തിരികെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കണമെന്ന വിദ്യാർത്ഥി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ കേസ് എടുത്തിട്ടില്ലെന്നാണ് തൃത്താല CI അറിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടക്കുന്നത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ അത് ലംഘിച്ചാണ് +1 വിദ്യാർത്ഥി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത്. ഇത് അധ്യാപകൻ കാണുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രധാന അധ്യാപകന് നേരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത്. പുറത്തിറങ്ങിയാൽ നിന്നെ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥി ആദ്യം പറഞ്ഞത്. എന്നാൽ എന്തു ചെയ്യുമെന്ന് അധ്യാപകൻ ചോദിച്ചപ്പോഴാണ് കൊന്നുകളയുമെന്ന് +1 വിദ്യാർത്ഥി ഭീഷണി മുഴക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.